അപ്പോൾ ഈ പൈൽസ് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഇപ്പം നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ തന്നെ 8-10 കൊല്ലമായിട്ട് പുറത്ത് പറയാതെ വേദന സഹിച്ച് വീട്ടിലെന്തെങ്കിലുമൊക്കെ മുറിവൈദ്യൻ വഴി ഇങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ഇത് വേദനയും സഹിക്കലും മാത്രമല്ല, അതിൻ്റെ കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഈ സ്റ്റേജിനനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റ്സ് വരിക. ഒരു സ്റ്റേജ് 4 ആണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള സ്റ്റേജസ്. ഈ സ്റ്റേജ് 4 ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ബ്ലീഡ് ചെയ്തിട്ട് അവർക്ക് എനീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, രക്തക്കുറവ് വരാനുള്ള ഒരു സാധ്യത. അതായത് ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലും കാണിച്ച് ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് ഒരു ഹീമോഗ്ലോബിൻ 3-4 വരെ പോയിട്ടുള്ള കണ്ടീഷൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. പിന്നെ അവർക്ക് ബ്ലഡൊക്കെ കൊടുത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് പിന്നെയാണ് നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്രയും ഡോക്ടേഴ്സും ഇത്രയും ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ ഹോമിയോ ഡോക്ടേഴ്സ്, നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ഇത്രയും അങ്ങനെയുള്ളവരിൽ ഇങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ വരിക എന്ന് പറയുന്നത് ശരിക്ക് അത് പേഷ്യൻ്റെ അടുത്തുള്ള ഒരു മിസ്റ്റേക്കാണ് അല്ലേ. ഇത്രയും അവൈലബിൾ ആണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊന്നും പോകുന്ന പോലെയല്ല, അവിടെയൊക്കെ വളരെ കുറച്ച് ഡോക്ടേഴ്സാണെന്ന് വിചാരിക്കാം, കുറേ ക്വാക്സ് ഉണ്ടാവാം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് അല്ലേ അത്. അപ്പോൾ അവർക്ക് പോയി ഇത്രയും ചെറിയൊരു കാര്യം അതിനകത്ത് നാണക്കേട് വിചാരിക്കരുതല്ലോ, ഇത് നമ്മുടെ ജീവന്റെ കാര്യമല്ലേ അതല്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളൊരു കാര്യം എന്തായാലും അത് നിസാരവൽക്കരിക്കാൻ പാടില്ല. അത് ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു ഭയങ്കര, പക്ഷേ ബ്ലഡ് ദേഹത്ത് ബ്ലഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇൻഫെക്ഷൻ വരിക എന്നുള്ളത്, ഈ പൈൽസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ദേഹം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യത. വെച്ചാൽ ഈ രക്തക്കുഴൽ നേരെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്ന് നേരെ ലിവറിൽ വരാൻ സാധ്യതയുണ്ട്, സ്പ്രെഡ് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര കോമൺ ആണെന്നല്ല പറയുന്നത്, പക്ഷേ ദർ ഇസ് എ ചാൻസ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അവോയ്ഡബിൾ ആണ്, ട്രീറ്റബിൾ ആണ്. അപ്പം ഒരു ചെറിയ ചിലപ്പം മുൻകരുതൽ മതി, ഡയറ്ററി മോഡിഫിക്കേഷൻ ഇല്ലെങ്കിൽ മെഡിസിൻ, ഒട്ടും അതിനകത്ത് മാറുന്നില്ലെങ്കിൽ നമുക്ക് സർജറി ഉണ്ട്, ലേസർ ഉണ്ട്, എത്രത്തോളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഇതാക്കല്ല, ഇങ്ങനത്തെ ഒരു അസുഖങ്ങൾ എന്തായാലും ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഇതൊക്കെ അവോയ്ഡബിൾ കണ്ടീഷൻസ് ആണ്. ചിലതൊക്കെ നമുക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരിക എന്ന് പറയുന്നത് നമുക്ക് ചില കണ്ടീഷൻസിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഇതാണ് അല്ലേ. നമുക്ക് ആ ലാസ്റ്റ് നിമിഷമായിരിക്കും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് പേഷ്യൻസിന് അറിയാം എനിക്ക് ബ്ലീഡിങ് ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, ഇതൊക്കെ ശരിക്കും കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒരു മോശം വിചാരിക്കുകയോ ഒരു നാണം വിചാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല, ഡോക്ടേഴ്സിനെ കാണിക്കുക. ഡോക്ടേഴ്സിനെ കാണിച്ച് അതിനുള്ള ഒരു വ്യക്തമായൊരു ധാരണ വരുത്തി അതിനെ ട്രീറ്റ് ചെയ്യുക. അതാണ് ഇതിനേറ്റവും ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ്, പൈൽസ് ആണെങ്കിലും ഫിസ്റ്റുല ആണെങ്കിലും ഫിഷർ ആണെങ്കിലും ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും കൂടെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആൾക്ക്, ഒരു കോമൺ ആയിട്ടുള്ള ആൾക്ക്, ഇതിനെപ്പറ്റി അധികം വിവരങ്ങളില്ലാത്ത ആൾക്ക് എങ്ങനെയായിരിക്കും ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക, ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതെ? ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭക്ഷണ രീതിയിലുള്ള ചേഞ്ചസ്, ഭക്ഷണ രീതിയിൽ ഇപ്പം യങ്സ്റ്റേഴ്സ് ഇപ്പം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എനിക്കും ഇഷ്ടമാണ് മന്തിയൊക്കെ അല്ലേ, എല്ലാവരും കഴിക്കുന്നതാണ് മന്തി, ബിരിയാണി, ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഫൈബർ ഇല്ല. അപ്പം വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ല. അപ്പം എപ്പോഴും ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ, ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ, എൻ്റെ മോക്കൊക്കെ അതാണ്, ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ ക്രേസ് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ പറയും, വൈഫിനോട് പറയാറുണ്ട്, എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് കൊടുക്കണം എന്തായാലും ഡെയിലി എന്നോണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു അമ്മമാരാണെങ്കിൽ കുട്ടിയുടെ ചെറുപ്പം മുതലേ അവരുടെ ഒരു ബവൽ ഹാബിറ്റ്സ് നമ്മൾ നോക്കണം, ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ ഡെയിലി പോകുന്ന രീതിയിലേക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കണം. നല്ലോണം വെള്ളം കുടിപ്പിക്കണം, ചൂടുകാലത്ത് എസ്പെഷ്യലി കുറച്ചും കൂടി കൂടുതലാക്കിയിട്ട് കുടിപ്പിക്കുക. വെള്ളം ഇഷ്ടമല്ലെങ്കിൽ ജ്യൂസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഇളനീര്, അങ്ങനത്തെ സാധനങ്ങൾ, ഹൈഡ്രേറ്റ് ചെയ്യുക എപ്പോഴും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ്സ്. അപ്പം എന്തായാലും എന്ത് പറഞ്ഞിട്ടായാലും മാക്കാൻ വരുന്നെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിള്ളേരെ ഇത് ചെയ്യല്ല. ഇതിൻ്റെ ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞാൽ അത് വലുതാവുമ്പോഴാണ് ഇതിൻ്റെ ഇഷ്യൂസ് വരിക. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഭയങ്കര നിസ്സാരവൽക്കരിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം പിന്നുള്ളത് ടീനേജ് ലൈഫിലാണ്.
ടീനേജ് ലൈഫിൽ കുറേ ഹോർമോണൽ ചേഞ്ച് ആണ്. അവർക്ക് തോന്നിയത് ചെയ്യാം എന്നുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ ഓരോന്ന് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതല്ലേ അല്ലേ? കുറേ ഡ്രഗ് അഡിക്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം പാരൻസ് അവരെ ശ്രദ്ധിക്കുക. ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാണ്ട് ശ്രദ്ധിക്കുക. ഭക്ഷണ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുക ഇങ്ങനെയാണെന്നുള്ളത്. മുതിർന്നവർക്കും ഇത് തന്നെ. മുതിർന്നവർ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ ആ സ്ക്രീനിൽ നോക്കി ഇരുന്നില്ലെങ്കിൽ ഒരേ ഇരുത്തം ഇരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അവരുടെ ഭക്ഷണ രീതിയിൽ നല്ല ചേഞ്ചസ് വരുത്തുക. പിന്നെ സ്ത്രീകളിലും ഈ പറഞ്ഞ പോലെ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതായത് അത് നമ്മൾ പിടിച്ചു വെക്കും തോറും നമുക്കുണ്ടാകുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഇൻഫെക്ഷൻ കൂടും. ഈവൻ യൂറിൻ പാസ് ചെയ്യാൻ പോലും എല്ലാവർക്കും മടിയാണ് പബ്ലിക് ടോയ്ലറ്റ്സിൽ. അപ്പം അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഈ മലദ്വാരത്തിലേക്ക് വരും. എന്താ അറിയോ, ഈ ഒരു മസിലാണ് ഇതിനെ രണ്ടിനെയും ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം അതിൽ മലദ്വാരത്തിലേക്കും വരും. മലദ്വാരത്തിൻ്റെ പ്രശ്നം ഈ യൂറിനറി ട്രാക്കിലേക്കും വരും. അപ്പോൾ അതൊക്കെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് എന്തായാലും ബോധവൽക്കരണം ഉണ്ടാവണം. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നത് അതൊക്കെ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ ചേഞ്ചസ് വരുത്തി പ്രിവെൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻറ്റ് ചെയ്യാതെ നമ്മൾ ഒരു ഡിസീസിലേക്ക് വന്ന് അതിൽ കുറേ പൈസ മുടക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ പൈസ ഉണ്ടാവാം, പക്ഷെ അത് വെറുതെ നമ്മൾ ചെറിയ ടിപ്സ് ചെയ്ത് നമ്മൾ റെഡിയാവുന്നതിന് പകരം നമ്മൾ വലിയൊരു എമൗണ്ട് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ദേഹത്ത് ഓരോ പ്രശ്നങ്ങൾ വരുത്തുക എന്നുള്ളത് നിർത്തണം.